സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം തൃശൂരിലെത്തിയ കെ മുരളീധരന് പ്രവർത്തകരുടെ വമ്പൻ സ്വീകരണം. മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ തൃശൂർ DCCയിലേക്ക് റോഡ് ഷോയായി എത്തിയ മുരളീധരൻ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചനയും നടത്തി. പത്മജയെ BJPയിൽ എത്തിക്കുന്നതിന് ഇടനില നിന്നത് ലോക്നാഥ് ബെഹ്റയാണെന്ന് മുരളീധരൻ ആരോപിച്ചു. ഉച്ചയ്ക്ക് 12:30 തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ കെ മുരളീധരനെ സ്വീകരിക്കാൻ നൂറുകണക്കിന് പ്രവർത്തകരാണ് തടിച്ചുകൂടിയത്. മുദ്രാവാക്യ വിളികളുമായി പ്രവർത്തകർ കെ മുരളീധരനെ ആനയിച്ചു. സിറ്റിംഗ് MP TN പ്രതാപൻ കെട്ടിപ്പിടിച്ച് ഉമ്മവെച്ചാണ് മുരളീധരനെ സ്വീകരിച്ചത്. ഭാരതത്തിന്റെ പ്രതീക്ഷയെ കാക്കാൻ കോൺഗ്രസിന്റെ വജ്രായുധം കെ മുരളീധരനിതാ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് DCC ഓഫീസ് വരെ നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ തുറന്ന ജീപ്പിൽ ഒപ്പം TN പ്രതാപൻ MPയും ജോസ് വള്ളൂരും MP വിൻസെന്റും. ശേഷം പൂങ്കുന്നത്തെ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന. തൃശൂരിൽ BJPയെ മൂന്നാമതെത്തിക്കുമെന്നും BJPക്കാരിയായ പത്മജയുടെ ജൽപ്പനങ്ങളോട് ഇനി പ്രതികരിക്കാനില്ലെന്നും പ്രതികരണം. പത്മജയെ BJPയിലെത്തിക്കാൻ പാലം പണിതത് ലോക്നാഥ് ബെഹ്റയാണെന്ന ആരോപണവും കെ മുരളീധരൻ ഉന്നയിച്ചു. ഒരു BJPക്കാരുടെ ഒരു ജൽപ്പനങ്ങൾക്ക് ഞാൻ മറുപടി പറയും. ബെഹ്റ ഒരു സ്ഥിരം കുറെ കാലമായിട്ട് ബെഹ്റ പാലം പണിയുന്ന ജോലിയാണ്. അത് പിണറായിയും മോഡിയായിട്ടുള്ള ആദ്യത്തെ പാലം പണി, ഇപ്പൊ BJPയിലേക്കുള്ള പാലം പണി. അതിന്റെ ആലങ്കാരികമായിട്ടുള്ള പോസ്റ്റ് മാത്രമാണ് മെട്രോ. കെ മുരളീധരൻ എത്തിയതോടെ മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശവും ഇരട്ടിയായിരിക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.